ഹല്ലേലൂയ അപ്പാ നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ അപ്പാ നന്ദി അപ്പാ സ്തോത്രം 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 അപ്പാ. കർത്താവെ തിരുവചനം ധ്യാനിക്കാൻ ഞങ്ങൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കും അപ്പാ. കർത്താവ് തന്നെ ഞങ്ങളോട് സംസാരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ അപ്പാ സ്തോത്രം അപ്പാ. കേൾക്കുന്ന വചനം എല്ലാ മക്കളുടെ ജീവിതത്തിൽ ഏഴയുടെ ജീവിതത്തിലും അനുഗ്രഹമായി തീരട്ടെ കർത്താവെ. അപ്പൊ ദൈവാത്മാവ് തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടുന്നതിനായി അപ്പാ സംസാരിക്കുന്നതിനായി കർത്താവെ സ്തോത്രവചനം ഏറ്റെടുക്കുന്ന കൃപ തരുന്നതിനായി ഹാലേലൂയ അപ്പാ. നന്ദിയോടെ സ്തോത്രം ചെയ്ത് എഴയ അപ്പച്ചന്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്ന അപ്പ ദൈവാത്മാവ് തന്നെ സംസാരിക്കാൻ സ്തോത്രം. ഹാലേലൂയ അപ്പാടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പ എല്ലാ ക്ഷീണത്തിൽ നിന്ന് എല്ലാവരും വിടുവിക്കണേ അപ്പച്ച. സ്തോത്രം ശ്രദ്ധയോടെ വചനം ശ്രവിപ്പാൻ ഞങ്ങൾക്ക് ഏവർക്കും കൃപ തരികയാൽ നന്ദി. താങ്ക് യു അപ്പ. നന്ദി അപ്പ. സ്തോത്രം ചെയ്തു യേശു കർത്താവ് നാമത്തെ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ ആമേൻ ആമേൻ. ഹാലേലൂയ. ഇന്ന് നമുക്ക് ധ്യാനിക്കാൻ പോകുന്ന ഭാഗം പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 8 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 8 തൊട്ട് 16 വരെ ഞാൻ വായിക്കാം. റെഫിദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചും കൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതി. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്തു വെച്ചു. അവൻ അതിന്മേൽ ഇരുന്നു. അഹരോനും ഹൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്ന് അവന്റെ കൈ താങ്ങി. അങ്ങനെ അവന്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. യോശുവ അമാലക്കിനെയും അവന്റെ ജനത്തെയും വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. ഞാൻ അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയും എന്ന് കൽപ്പിച്ചു. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ നിസി, യഹോവ എന്റെ കൊടി എന്ന് പേരിട്ടു. യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ടെന്ന് അവൻ പറഞ്ഞു. ആമേൻ. ഹാലേലൂയ. സ്തോത്രം. നമ്മൾ ഈ ഭാഗം നമുക്ക് പരിചയമുള്ളൊരു ഭാഗമാണ്. ഹാലേലൂയ. സ്തോത്രം. നമുക്കറിയാം, ഇസ്രായേൽ മക്കള് വന്ന വഴിക്ക് അവര് ചെങ്കടലൊക്കെ കടന്നു. അതിനുശേഷം റെഫിദീമിൽ വെച്ച് അവരവിടെ പാളയം ഇറങ്ങി. അതിനുശേഷം അവർക്കവിടെ ജനത്തിന് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു. വെള്ളമില്ലെങ്കിലത്തെ അവസ്ഥ നമുക്കറിയാം. നല്ല ക്ഷീണിച്ചിരിക്കുന്ന സമയമാണ്. ആമേൻ. നല്ലപോലെ ക്ഷീണിച്ചിരിക്കുന്ന സമയമാണ് അത്. ആ സമയത്താണ് അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, റെഫിദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇവിടെ നമുക്ക് കാണാം, ഈ ഒരു യുദ്ധം ഒരു കാരണമില്ലാത്ത ഒരു യുദ്ധം. ഇവരാരും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇവര് വന്ന് ഇവരുടെ നേരിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ഇവരുടെ നേരെ വരികയാണ്. ഹാലേലൂയ. അപ്പൊ ഇതിന്റെ പശ്ചാത്തലം നമ്മൾ ഒന്നുകൂടി നോക്കുവാണെങ്കിൽ ആവർത്തന ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 25-ാമത്തെ അധ്യായത്തിനകത്ത് 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 17-18, നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനതയൊക്കെ സംഹരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളുക. ആമേൻ. അപ്പൊ നമുക്ക് അവരുടെ അവസ്ഥ നമുക്കറിയാം. ഇസ്രായേൽ ജനം വെള്ളം കിട്ടാതെ ദാഹിച്ചിരുന്നു. അവിടെ ഒരു പിറുപിറുപ്പൊക്കെ ഉണ്ടായി. പക്ഷെ എന്നാലും ദൈവം വെള്ളമൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തു. പക്ഷെ അവര് ക്ഷീണിച്ചിരിക്കുന്ന ഒരു സമയം. അപ്പൊ ഇവിടെ പറയാണ്, അമാലേക്ക് ചെയ്ത കാര്യം പറയാം. എപ്പോഴാണ് അവരെ അറ്റാക്ക് ചെയ്യാൻ വന്നത്? അവര് വന്നത് നീ ക്ഷീണിച്ചും തളർന്നു ഇരിക്കുമ്പോൾ ഏതിലേക്കൂടെ വന്നത്? നിന്റെ പിന്നണിയിലുള്ള ബലഹീനതയൊക്കെ സംഹരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളാം. അപ്പം ബലഹീനതയും ക്ഷീണവും തളർന്നു ഇരിക്കുന്ന സമയത്ത് അറ്റാക്ക് വരുത്തുന്ന പാർട്ടിയാണ് ആര്? ഈ അമാലേക്കര്. ആമേൻ. പ്രത്യേക കാരണങ്ങളൊന്നും ഇസ്രായേൽ മക്കൾ അവരെ ഒന്നും ചെയ്തിട്ടല്ല. പക്ഷെ ക്ഷീണിച്ചും തളർന്നും ഇരുന്ന സമയത്താണ് പുറകിലെ പിന്നണിയിലുള്ള ബലഹീനതയൊക്കെ സംഹരിക്കുക. അങ്ങനത്തെ ഒരു യുദ്ധത്തിന്റെ അവസ്ഥയിലേക്ക് ഇസ്രായേൽ മക്കൾ കടന്നുപോയപ്പോൾ ഹല്ലേലൂയ, മോശ യോശുവയോട് ഒരു കാര്യം പറഞ്ഞു. അപ്പൊ ഇവരുടെ അവസ്ഥ അറിയാം. എല്ലാരും ക്ഷീണിച്ചിരിക്കുവാണ്. ആമേൻ. അപ്പം മോശ യോശുവയോട് ഒരു കാര്യം പറഞ്ഞ എന്താ? നീ ആളുകളെ തെരഞ്ഞെടുത്ത് പുറപ്പെട്ട അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു.
മോശ യോശുവയോട് പറഞ്ഞില്ല നമുക്ക് എല്ലാവർക്കും കൂടി പോയി യുദ്ധം ചെയ്യാം. അമ്മേ, മോശയ്ക്ക് ഒരു കാര്യം പിടികിട്ടി. ഹല്ലേലൂയ. യോശുവെ കൂട്ടരെയും യുദ്ധത്തിനയക്കുക. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ആരൂടെയുണ്ട്? അഹരോനെയും ഹൂരിനെയും കൂടി കൂട്ടി ഞങ്ങൾ എങ്ങോട്ട് പോകും? ദൈവത്തിന്റെ വടി കൈ പിടിച്ചുകൊണ്ട് എവിടെ നിൽക്കും? താഴെയല്ല, കുന്നിന്റെ മേളിൽ നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ ഈ ദൈവത്തിന്റെ വടി കൈ പിടിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കും. ഹാലലൂയ. ഞാന് നിങ്ങളെ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കാൻ നേരത്തും ഹാലലൂയ ചെങ്കടൽ പിളർക്കാൻ നേരത്തെല്ലാം മുമ്പിൽ നിന്ന പാർട്ടി തന്നെയാണ് മോശ. പക്ഷെ ഇവിടെ വന്നപ്പം അമാലേക്കുമായിട്ടുള്ള യുദ്ധം വന്നപ്പം യോശുവയ്ക്ക് ഒരു കാര്യം അല്ല, മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. എന്റെ പണി ഇവനെ വെട്ടുന്ന പരിപാടിയല്ല. എന്റെ പരിപാടി ഈ വടിയും പിടിച്ചുകൊണ്ട് കുന്നിന്റെ മുകളില് ഞാൻ ഈ കൈ എന്റെ കൈ ഉയർത്തിയിരിക്കണം. അപ്പൊ അതുകൊണ്ട് എന്നാ പറ്റി? ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചും കൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പം മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലക്കിനോട് പൊരുതി. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. സ്തോത്രം. അപ്പോൾ അവിടെ യുദ്ധം ആരംഭിച്ചു. അവര് യോശുവയുടെ ലീഡർഷിപ്പില് അവിടെ അവര് നല്ല സുന്ദരമായിട്ട് അവർ യുദ്ധം ചെയ്യണം. പക്ഷെ ഒരു കാര്യം അവിടെ നടന്നു. മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രയേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. അമ്മേൻ ഹല്ലേലൂയ. മോശയുടെ കൈ പൊങ്ങിയിരിക്കുമ്പോൾ അവര് ജയിക്കും, പക്ഷെ മോശയുടെ കൈ താന്നാൽ അവര് തോറ്റുപോകും. അപ്പം ഈ യുദ്ധത്തിനകത്ത് തോൽവി ഉണ്ടായപ്പം ഇവർക്കൊരു കാര്യം മനസ്സിലായി. തോക്കണമെങ്കിൽ എന്തെങ്കിലും കാരണമില്ലാതെ നടക്കത്തില്ല. അവർക്കത് തിരിച്ചറിയാനുള്ള ഒരു ബോധം ഉണ്ടായിരുന്നു. എങ്ങനെയാലും എന്തേലും പിടിച്ചുകൊണ്ട് എങ്ങനെയാലും നിൽക്കുന്നതല്ല. ഈ മോശയുടെ കൈ ഇങ്ങനെ ഉയർന്നിരിക്കുന്നതും യോശുവയുടെ താഴെ നടക്കുന്ന യുദ്ധവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ളവർ അവർക്ക് മനസ്സിലായി. ആമേൻ ഹല്ലേലൂയ. അപ്പം ഒരു യുദ്ധത്തിന് കടന്നു പോകുമ്പോൾ പല കാര്യങ്ങൾ കാണും. തോക്ക് കാണും. നമുക്ക് ഇപ്പോഴത്തെ സമയത്ത് നമുക്കറിയാം എല്ലാം മോഡേൺ സാധനങ്ങളൊക്കെയാണ്. പക്ഷേ പല പല അവർക്ക് എന്നാ ഉണ്ട് അവരുടെ കയ്യിൽ? എന്താണെങ്കിലും ശരി, ഉള്ളത് വെച്ച് അവർ സൂപ്പറായിട്ട് യോശുവ അവിടെ യുദ്ധം ചെയ്യുവാണ്. പക്ഷേ യോശുവയുടെ ആ യുദ്ധം മാത്രം പോരായിരുന്നു. യോശുവ നല്ലപോലെ അവരും കൂട്ടരും അവിടെ യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷേ യോശുവയുടെ കൈ ക്ഷീണിക്കുമ്പോഴല്ല അമാലേക്കര് തോക്കുന്നത്, മോശയുടെ കൈ ക്ഷീണിക്കും. നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം. ഹാലലൂയ. മോശയുടെ കൈ ക്ഷീണിക്കുമ്പോഴാണ് അമാലേക്കര് ജയിക്കത്തുള്ളൂ. മോശയുടെ കൈക്ക് ഭാരം തോന്നി താന്നു പോയാലേ ഉള്ളൂ ഇവര് ജയിക്കാൻ ഒരു ചാൻസ് ഉള്ളൂ. ഇല്ലാത്തടത്തോളം കാലം. അപ്പം മോശയുടെ കൈക്കും യോശുവയുടെ കൈക്കും എന്താ കണക്ഷൻ? ആമേൻ. ഒരാള് യുദ്ധം ചെയ്യുന്നു, ഒരാള് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വടിയും പിടിച്ച് നിൽക്കുകയാണ്. അപ്പൊ അത് എന്തിനെ ചൂണ്ടിക്കാണിക്കുകയാണ്? ഹാലലൂയ. ദൈവസന്നിധിയിൽ ഹാലലൂയ ഇടിവിൽ നിൽക്കാൻ തക്കവണ്ണം ഒരാളുണ്ടെങ്കിൽ ഹാലലൂയ സ്തോത്രം. ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിലും ശരി, ഹാലലൂയ ആ ഒരു അവസ്ഥയിലാണ് ജന യുദ്ധത്തിന് പോയിരിക്കുന്നതെങ്കിലും ശരി, ഹാലലൂയ എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ഹാലലൂയ മോശയുടെ കൈ ദൈവസന്നിധിയിൽ ഉയർന്നിരിക്കുന്ന അത്രത്തോളം സമയം ഹാലലൂയ അവരവിടെ ജയിക്കുവാൻ ഇടയായി തീർന്നു. ഹാലലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഏത് വിഷയത്തിൽ കൂടെ പോവാണെങ്കിലും നമുക്കുള്ള വിജയം, പ്രത്യേകിച്ച് അമാലേക്കിനോടുള്ള വിജയം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിനകത്ത് അവർക്ക് അവിടെ നേടിയെടുക്കാൻ പറ്റിയത് യോശുവയുടെ മിടുക്കല്ല. കാരണം അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, മോശയുടെ കൈ താന്നാൽ മാത്രമേ ഉള്ളൂ അവിടെ തോൽവി ഉണ്ടാകത്തുള്ളൂ. ആമേൻ. അപ്പൊ അവർക്ക് അവരുടെ വിജയത്തിന്റെ സീക്രട്ട് അവർക്ക് മനസ്സിലായി. ഹാലലൂയ. ഞങ്ങൾ ഈ താഴെ കിടന്ന് അടിക്കുന്നതും അല്ലെങ്കിൽ ഇവരെ കൊല്ലുന്നതും ഇവർക്കെതിരെ നിൽക്കുന്നതും ഇവരെ ഇല്ലാതെയാക്കുന്നതും അല്ല നമ്മുടെ വിജയത്തിന്റെ സീക്രട്ട്. ഹാലലൂയ. നമ്മുടെ മോശയുടെ കൈ എങ്ങനെയായിരിക്കുന്നെന്നുള്ളതാണ് അവർ നോക്കുന്നത്. ആമേൻ. കാരണം അവർക്ക് മനസ്സിലായി ഇത് താന്നാൽ നമ്മൾ തോറ്റുപോകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൂടെ നിൽക്കുന്ന അഹരോനും ഹൂറിനും ഒരു കാര്യം മനസ്സിലായി. ഹാലലൂയ. ഇവിടെ തോൽവി വരാൻ ഒറ്റ കാരണം ഈ കൈ താഴ്ന്ന. അപ്പൊ അവരെന്ത് ചെയ്തു? ഹല്ലേലൂയ. അവര് മോശനെ ഇരുത്തി. ഹല്ലേലൂയ. മോശ ഇരുന്ന് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരോട് രണ്ട് വശത്ത് നിന്ന് കൈ വെക്കും. അപ്പൊ മോശയുടെ കൈ ഉയർന്നിരിക്കണം. അതാണ് ഇവിടുത്തെ കീ. ഹല്ലേലൂയ. മോശയുടെ കൈ ഉയർന്നിരുന്നേ പറ്റൂ. മോശ ഇരുന്നാലും വേണ്ടില്ല. സ്തോത്രം. മോശയുടെ കൈ പൊങ്ങിയിരിക്കണം. ഹാലലൂയ. മോശയുടെ കൈ പൊങ്ങിയിരിക്കണമെന്നേ ഉള്ളൂ. ഇരുന്നോ ഒന്നും കുഴപ്പമില്ല. ഹാലലൂയ. പക്ഷെ കൈ പൊങ്ങണം. കൈ പൊങ്ങാനായിട്ട് ഇത്രയും നേരം രാവിലെ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. കുറച്ചു നേരം ഇങ്ങനെ പിടിച്ചു നോക്കിയ കഴിഞ്ഞപ്പോ കൈ ഞാൻ കൊച്ചിനെ വിളിച്ചോണ്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കിയോളാം. എന്റെ കൈ ഇങ്ങനെ ഒന്ന് പിടിക്കാൻ പറഞ്ഞു. അന്നേരം പിടിച്ചിരിക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ട്. ഹാലലിയ. പക്ഷെ നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്യുമ്പം
ശരിക്കും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഷോൾഡർ ഇവിടെ നമുക്ക് കഴയ്ക്കും. ഹാലേലൂയ സ്തോത്രം. ഒരാൾ ഇങ്ങനെ പിടിച്ചാലും നമ്മുടെ ഷോൾഡറും ഈ കഴുത്തിന്റെ സൈഡിൽ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമില്ല. പക്ഷെ അവർക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു. ഹാലേലൂയ, ഞങ്ങൾക്ക് ജയം വേണം. ജയം വേണമെങ്കിൽ മോശ അവിടെ ചെന്ന് യുദ്ധം ചെയ്യേണ്ട കാര്യം ഇല്ലേ ഇല്ല. മോശ ഇവിടെ നിന്ന് ദൈവസന്നിധിയിൽ ഈ വടിയുമായിട്ട് ഹാലിൽ കൈ ഉയർത്തി നിന്നാൽ വിജയം ഉറപ്പാ. പക്ഷെ ആ നിൽക്കേണ്ട സമയം വരെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ടീമിനെ അവിടെ വെച്ച് അവർക്കൊരു വിജയം കിട്ടും. അത് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അഹരോനും ഹൂരും ഹാലേലൂയ അവർക്ക് വേണ്ടുന്ന മോശയ്ക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുത്ത് ഹാലേലൂയ അങ്ങനെ മോശയുടെ കയ്യിൽ ആ വടിയുമായിട്ട് ദൈവസന്നിധി നിന്നപ്പോൾ അവർക്ക് അവിടെ വിജയം കിട്ടിയത്. ഹാലേലൂയ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിനകത്ത് അവര് യുദ്ധം ചെയ്ത് ശരിയാണ്, അവർക്ക് ജയം കിട്ടിയത് ശരിയാണ്. പക്ഷെ ഒരാൾ ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇടിവിൽ നിൽക്കാനുള്ളതായിരുന്നു അവരുടെ യഥാർത്ഥ വിജയത്തിന്റെ സക്സസ് മുഴുവൻ, അതിന്റെ സീക്രട്ട് മുഴുവൻ അവിടെയാണ് കിടന്നത്. ആമേൻ. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ജോലിക്ക് നോക്കുന്നുണ്ടായിരിക്കും, മറ്റ് പല പല കാര്യങ്ങൾക്ക് നമ്മൾ നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ തിരക്കണം, എല്ലായിടത്തും കൊണ്ട് CV കൊടുക്കുന്നുണ്ടായിരിക്കും, നമ്മൾ പല പ്രവൃത്തികൾ നമ്മൾ ചെയ്യേണ്ട കാര്യം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട, പറവകളെ നോക്കുവൻ. അത് ശരിയാണ്. ലില്ലിയെ നോക്കി പറവയെ നോക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഈ ഈ കിളികൾക്ക് ഒരു മനുഷ്യൻ കൊണ്ടിങ്ങനെ എപ്പോഴും രാവിലെ ഇങ്ങനെ പുള്ളി മെനക്കെട്ട് അവിടെ നിന്ന് ഇങ്ങനെ 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 പറിച്ച് 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 കുഞ്ഞു കുഞ്ഞു പീസാക്കി ആ പുള്ളി ആ റോഡിന്റെ ആ സൈഡിലിടും. രാവിലെ ഞാൻ ഓർക്ക് എത്ര കാര്യമായിട്ട്, പുള്ളിയുടെ സ്വന്തം പെറ്റ് പോലും അല്ല, പുള്ളിയുടെ വീട്ടിൽ വളർത്തുന്നല്ല, കൂടിനകത്ത് കൊണ്ടിട്ട് അതുമല്ല, ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ മേളിൽ അപ്പൊ കുറേ പ്രാവുകളും അല്ലെങ്കിൽ കാക്കയെല്ലാം വരും. അപ്പൊ രാവിലെ നോക്കുമ്പോ ഇയാൾ എന്തിനാ വെയിറ്റ് ചെയ്യുവാണ് ബാൽക്കണിയുടെ വിൻഡോയുടെ ഒക്കെ സൈഡിൽ ഇങ്ങനെ കിളികള്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കൊക്കെ നിങ്ങൾ ചെല്ലും, പക്ഷെ എന്നാലും പുള്ളി എന്ന് ഇങ്ങനെ നിവരും, അന്നേരം അവരൊന്ന് മാറും, പുള്ളി ഒന്ന് ഇട്ടിട്ടൊന്ന് പോകാൻ നോക്കിയിരിക്കുകയാണ് ഇവര് വന്ന് കൊത്തി എടുത്തോണ്ട് പോകാൻ. അപ്പം ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ടെന്ന് പറഞ്ഞ കർത്താവ് ഹാലിൽ പറവകളെ നോക്കാൻ പറഞ്ഞിരിക്കും. ഈ പറവകൾ അവിടെ ഇങ്ങനെ നോക്കിയിരുന്ന് അവരുടെ വായി പോവോ? ഇല്ല. അവർക്ക് വേണ്ടുന്ന പ്രൊവിഷൻ ദൈവം കൊടുത്തു, പക്ഷെ പറന്ന് ചെന്ന് കൊത്തിയെടുക്കേണ്ട ആരുടെ ഉത്തരവാദിത്വം? ആമേൻ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഹാലേലൂയ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മുന്നോട്ട്, പക്ഷെ ഇതിനകത്തെല്ലാം വിജയം തരുന്നത് നമ്മുടെ കർത്താവാണ്. എങ്ങനെ കർത്താവ് തരുന്നത്? അവിടെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ മനസ്സിലാക്കുന്നത്. ഹാലേലൂയ. അപ്പം യോശുവയും മോശ അഹരോനും ഹൂറും എല്ലാവരോടും പോയിരുന്ന് യുദ്ധം ചെയ്യാൻ, അതല്ലായിരുന്നു ദൈവത്തിന്റെ സ്ട്രാറ്റജി. ഹാലേലൂയ. ദൈവത്തിന്റെ ആഗ്രഹം ഒരാൾ ദൈവസന്നിധിയിൽ ഇതുപോലെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ വടിയുമായിട്ട് ഹാലേലൂയ ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച കരങ്ങളുമായിട്ട് നിന്നപ്പോൾ ഹാലേലൂയ യോശുവയ്ക്ക് ഇവിടെ വിജയം കൊടുത്തുവെങ്കിൽ ഹാലേലൂയ സ്തോത്രം. ഇങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്തുള്ള സക്സസിന്റെ സീക്രട്ട് നമ്മൾ മനസ്സിലാക്കുക. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. ജയം ആരുടെ കയ്യിലിരിക്കുന്നത്? യഹോവയുടെ കൈവശത്തായിരിക്കുന്നത്. ആമേൻ. ഹാലേലൂയ. അപ്പൊ അതുകൊണ്ട് അത് ആരെങ്കിലും നിന്നാ പോരാ, നിൽക്കേണ്ടവര് നിൽക്കണം. ആമേൻ. നിൽക്കേണ്ടവര് നിൽക്കണം. ഹാലേലൂയ. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിൽക്കേണ്ടവര് നിൽക്കേണ്ട സമയത്ത് നിൽക്കേണ്ടതുപോലെ നിന്നാൽ ഹാലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ വലിയ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കാണാനിടയായി തീരും. എന്നാൽ ജോഷുവ അവിടെ പ്രവർത്തിക്കാതെ ചുമ്മാ ഇരുന്നാൽ മതി? ഇല്ല, ജോഷുവ അത് ചെയ്യണം. പക്ഷെ അതോടൊപ്പം ജോഷുവ ചെയ്ത ആ ഫിസിക്കൽ അവിടെ ആ ഒരു ആക്ടിനേക്കാളും പവർഫുൾ ആയിരുന്നു ഈ ചുമ്മാ കരം പിടിച്ച് ദൈവസന്നിധി, ചുമ്മാതല്ല ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്നത്. ആമേൻ. അത് കുറയുമ്പോഴേ ഉള്ളൂ അവിടെ തോക്കത്തുള്ളൂ. ആമേൻ. അപ്പം നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ പല തോൽവികളുടെയും പിന്നിൽ അപ്പൊ എന്തായിരിക്കും? നമ്മുടെ പ്രാർത്ഥനയും നമ്മളെയൊക്കെ ഒന്ന് ശോധന ചെയ്താൽ മതി. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. അപ്പം ദൈവത്തിന്റെ സന്നിധിയിൽ ഇതുപോലെ വൈകുന്നേരം വരെ നിന്നപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ അത്ഭുതകരമായ രീതിയിൽ അവർക്ക് അവിടെ അമാലേക്കിന്റെ മേൽ ജയമെടുക്കുവാൻ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. അപ്പം എന്നിട്ട് അവിടെ മോശ പറയുന്ന ഒരു കാര്യമുണ്ട്, യോശുവ അമാലേക്കിനെയും അവരുടെ ജനത്തെയും വാളിന്റെ വായുത്തലയാൽ തോൽപ്പിച്ചു. ആമേൻ. എന്നിട്ട് പിന്നെ പറയും, യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. ഞാൻ അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയെന്ന് കൽപ്പിച്ചു. ഞാൻ എന്റെ ഇംഗ്ലീഷ് വായിക്കാവേ. Then the Lord said to Moses, write this on a scroll as something to be remembered and make sure that Joshua hears it, because I will completely blot out the memory of Amalek from under heaven. അപ്പം കർത്താവ് പറഞ്ഞൊരു കാര്യം, ഇത് എഴുതണം. ഇത് ചുമ്മാ വെച്ച പോരെ, മേക്ക് ഷുവർ ദാറ്റ് ജോഷുവ ഹിയർസ് ഇറ്റ്. അങ്ങനെയെങ്കിൽ ഇനി വരാൻ പോകുന്ന ജോഷുവ അറിയണം എങ്ങനെയാണ് ഇവിടെ വിജയം കിട്ടിയെന്നുള്ളത്. ജോഷുവ താഴെ കിടന്നുകൊണ്ട് അവരെ എല്ലാവരും ഇത് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് ജോഷുവ ഹിയർസ് ഇറ്റ്.
ആമേൻ. ജോഷുവ അത് കേൾക്കേണ്ട കാര്യമാണ്. എങ്ങനെയാ ജോഷുവ, നീ അവിടെ വലിയ അതെല്ലാം ചെയ്ത് യുദ്ധം ജയിച്ചു, പക്ഷേ ഇത് നടന്ന സംഭവങ്ങൾ എന്തുവായിരുന്നു? ഹാലേലൂയ. ദൈവസന്നിധിയിലെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിന്നു. ഈ ഇടയ്ക്ക് എന്റെ കൈ താന്നുപോയി, ഭയങ്കര ഭാരമായിരുന്നു. പക്ഷെ അഹരോനും ഹൂരോട് ഇത് താങ്ങി എന്നെ അവരിരുത്തി. ഈ കൈ വൈകുന്നേരം വരെ താന്നില്ല. അതുകൊണ്ടാ ജോഷുവെ ഈ വിജയം കിട്ടിയത്. അതുകൊണ്ട് ഈ ഈ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ, ഇനി വരുന്ന സമയങ്ങളിൽ ജയിക്കണമെങ്കിൽ ഇതാണ് അതിന്റെ റെമഡി. ഹാലേലൂയ. ദൈവസന്നിധിയിൽ നിന്ന് കർത്താവില്ലാതെ നമുക്കൊരു വിജയമില്ലേ ഇല്ല. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയാൽ ദൈവസന്നിധിയിലെ കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തുമായിട്ട് അതിനകത്തെല്ലാം ഒരു വിജയവും അതിനകത്ത് നമുക്ക് വലിയ വിടുതലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ താഴെ പറയുന്നത്, മോസസ് ബിൽറ്റ് ആൻ ഓൾട്ടർ ആൻഡ് കോൾഡ് ഇറ്റ് ദ ലോർഡ് ഈസ് മൈ ബാനർ. അപ്പം മോസസ് യഹോവയ്ക്കിട്ട പേരല്ല അത്. മോസസ് ആ ഓൾട്ടറിനിട്ട പേരാണ് ജഹോവ നിസി. ദ ലോർഡ് ഈസ് മൈ ബാനർ. ആമേൻ. എന്നിട്ട് അവിടെ പിന്നെ പറയാം, എന്താണെന്നറിയാം അങ്ങനെ പേരിടാൻ കാരണം? ഹി സെഡ്, ഫോർ ഹാൻഡ്സ് വെയർ ലിഫ്റ്റഡ് അപ് ടു ദ ത്രോൺ ഓഫ് ദ ലോർഡ്. ജഹോവ നിസി എന്ന് പറയുമ്പോൾ ഓർക്കണം, കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ടു. അതുകൊണ്ടാണ് ആ പേരിട്ടെ. ദ ലോർഡ് ഈസ് മൈ ബാനർ. ഏമേൻ. എപ്പോഴാ ദ ലോർഡ് ഈസ് മൈ ബാനർ? യഹോവ എന്റെ ജയക്കൊടി എന്ന് പറയാൻ കാരണം എന്നാ? ഇങ്ങനെ ഒരു ഓൾട്ടർ നമുക്ക് യഹോവ നിസി എന്ന് വിളിക്കാൻ പറ്റണമെങ്കിൽ എവിടാ കൈ? ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നത്, hands were lifted to the throne of the Lord. Amen. Hallelujah. So prayer should go up to the throne of the Lord. Hallelujah. Hands should be lifted to the throne of the Lord. That is the main secret of our success. Amen. ഈ കരം കൊണ്ട് നമ്മൾ പലതും ചെയ്യും. പക്ഷെ ഇതിന്റെ പ്രവർത്തികൾ സാധ്യമാകണമെങ്കിൽ, ഇതിനകത്തൊരു വിജയം കാണണമെങ്കിൽ, ഇതിനകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ ഈ കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർന്നിട്ട് വേണം പോകാൻ. ആമേൻ. ഹല്ലേലൂയ. ഹാൻഡ്സ് വെയർ ലിഫ്റ്റഡ് ടു ദ ത്രോൺ ഓഫ് ഗോഡ്. അതാണ് മോശയുടെ സാക്ഷ്യം. ഹല്ലേലൂയ. എന്നിട്ടാണ് പറഞ്ഞത്, ദ ലോർഡ് ഈസ് മൈ ബാനർ. ആമേൻ. അത് മോസസ് ഇട്ട പേരാ. ഹല്ലേലൂയ. ആ ഓൾട്ടറിനിട്ട പേരാണ് ദ ലോർഡ് ഈസ് മൈ ബാനർ. ഇതുകൊണ്ടാണ് അപ്പം മോസസിന് ജോഷുവോട് പറയുന്നില്ല, ജോഷുവേ നീ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മിടുക്കനായിരുന്നല്ലോ, നീ അങ്ങോട്ട് ഇടയ്ക്ക് നിന്ന് ഇട്ടിട്ട് പോയില്ലല്ലോ, നീ അത്രത്തോളം നീ നല്ലപോലെ യുദ്ധം ചെയ്യല്ലോ, ക്ഷീണിച്ചും തളർന്നും ഒക്കെ ഇരുന്നെങ്കിലും കൊള്ളായിരുന്നല്ലോ, ജോഷുവ ഇത്ര നല്ല സൂപ്പറായിട്ട് നല്ലപോലെ അവരെ അടിച്ചു കുത്തി എന്നും പറഞ്ഞല്ലേ എഴുതി വെക്കുന്നേ. അതെല്ലാം റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ആമേൻ. റെക്കോർഡ് ചെയ്യേണ്ട കാര്യം ഇതാണ്, എന്താണ് കുന്നിന് മുകളിൽ നടന്നത്. ആമേൻ. എന്ത് ജോഷുവ അറിയണം? ജോഷുവ അറിയണം നിന്റെ ഈ വിജയത്തിന്റെ പിന്നിലെ സക്സസ്. കുഞ്ഞെ, ഈ കിടന്ന് അലച്ചത് മാത്രമല്ല ഇതിന്റെ മെയിൻ കീ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തപ്പെട്ടു. അവിടെ ഈ കരങ്ങൾ ഉയർന്നിരുന്നത് കൊണ്ടാ കുഞ്ഞെ താഴെ നിനക്ക് വിജയം കിട്ടിയത്. അതുകൊണ്ട് അത് മറക്കരുത്. യുദ്ധങ്ങളെ ജയിക്കണമെങ്കിൽ ഇതല്ലാതെ വേറൊരു വഴിയില്ല. ആമേൻ. അതുകൊണ്ടാണ് കർത്താവ് മേക്ക് ഷുവർ ദാറ്റ് ജോഷുവ ഹിയർസ് ഇറ്റ്. വേറെ ആരും കേട്ടില്ലാലും കുഴപ്പമില്ല, ഈ ലീഡർ കേൾക്കണം. അടുത്ത ഈ ലീഡർ കേട്ടേ പറ്റത്തുള്ളൂ ഈ ലീഡർ എന്നാ ചെയ്തതെന്നുള്ളത്. ആമേൻ. അപ്പൊ ഓരോ ലീഡേഴ്സിനും ഓരോ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളവർ നമ്മൾ മനസ്സിലാക്കുക. ആമേൻ. സ്തോത്രം. നമ്മളുടെ വിജയത്തിന്റെ രഹസ്യം നമ്മൾ എന്താ ചെയ്തത്, ഇതൊക്കെ നമ്മൾ ദൈവം പറയുന്ന സമയത്ത് പറയേണ്ടവർ നമ്മൾ ഷെയർ ചെയ്യണം. എന്നാലേ ഉള്ളൂ അവർക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ല എന്റെ കാര്യം മാത്രം, ഞങ്ങളുടെ മിനിസ്ട്രി മാത്രം, അങ്ങനല്ല. ഹല്ലേലൂയ. മേക്ക് ഷുവർ ദാറ്റ് ജോഷുവ ഹിയർസ് ഇറ്റ്. കാരണം കർത്താവിനറിയാം ഇത് ഇവിടെ അവരുടെ യാത്ര തുടങ്ങിയൊരു കാൽഭാഗമേ ആയിട്ടുള്ളൂ. ഇനി മുന്നോട്ട് പോകുമ്പോ ഇനി അടുത്ത ആൾ ആരാ അതിൻ്റെ എന്നുള്ളത് ദൈവം വ്യക്തമായിട്ട് കർത്താവ് അപ്പോഴേ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് പറഞ്ഞത് ജോഷുവ ഇത് കേൾക്കണമെന്ന് ദൈവത്തിന് മസ്റ്റാ. അതുകൊണ്ട് നീ ചുമ്മാ കേൾപ്പിച്ചാൽ മാത്രം പോരെ, എഴുതി വെക്കണം. എഴുതിയിട്ട് ജോഷുവ ഇത് കേൾപ്പിക്കണം എന്താ അവിടെ നടന്നെന്നുള്ള. കാരണം അങ്ങനെയാണ് നമുക്ക് ആ വിജയത്തിന്റെ രഹസ്യം ഹല്ലേലൂയ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ അമാലേക്കിന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ മക്കൾക്ക് വിജയം ലഭിക്കാനുള്ള കാരണം, ഹാൻഡ്സ് വെയർ ലിഫ്റ്റഡ് അപ്പ് to the throne of God, not because of the sword, not because of the കുന്തം, not because of anything else. വേറെ ഈ പറയപ്പെട്ട ഒരു സാധനം കൊണ്ടും, ഇപ്പൊ പറഞ്ഞു നടക്കുന്ന ഡ്രോണും ഇപ്പൊ പറഞ്ഞു നടക്കുന്ന പല പല സാധനങ്ങളുണ്ട്, ഇതുകൊണ്ടൊന്നും അവിടെ ഇല്ല. പക്ഷെ എന്നാൽ ഈ വെപ്പൺസ് അല്ല, അല്ലെങ്കിൽ നമ്മുടെ മസ്കുലർ ഫോഴ്സ് അല്ല ഇതിന്റെ ഒന്നും വിജയം. ദ ലോർഡ് ഈസ് മൈ ബാനർ. അങ്ങനെയാണെങ്കിൽ ഹാൻഡ്സ് വെയർ ലിഫ്റ്റഡ് ടു ദ ത്രോൺ ഓഫ് ദ ലോർഡ്. ഇതാണ് വിജയം. ഹാലൂയ. അതാണ് നമ്മൾ ഓർക്കേണ്ടത്, അതാണ് നമ്മൾ മുന്നിൽ കാണേണ്ട കാര്യം. ആമേൻ. ഹാലൂയ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതേ സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ എസ്തറിന്റെ പുസ്തകത്തിൽ നോക്കുമ്പോൾ. ഹാമാൻ ആരായിരുന്നു? ഹാമാൻ ഒരു ആഗാഗ്യനായിരുന്നു.
അതാര് തന്നെ, അതൊരു അമാലക്കൻ തന്നെയാ. ആമേൻ. നമുക്ക് അവിടെ നമുക്കറിയാം, അറിഞ്ഞോ അറിയാതെയോ, ഹാലേലൂയ, അവരവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. മൊർദെഖായി ഈ ഒരു വിവരം കേട്ടപ്പോൾ മൊർദെഖായി ചെയ്ത കാര്യം എന്നാ? ഹുയ്യോ, നിലവിളിച്ച്. മൊർദെഖായിയുടെ വിവരങ്ങൾ നമുക്കറിയാം, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ആമേൻ. അത് കഴിഞ്ഞിട്ട് ഈ വിവരം എസ്തറിനെ അറിയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എസ്തർ ചെയ്ത എന്നാ? 3 ദിവസം ഒന്നും കുടിക്കുകയും വേണ്ട, ഒന്നും കഴിക്കുകയും വേണ്ട, എനിക്ക് വേണ്ടി ഉപവസിക്കും. ഹല്ലേലൂയ. ഞങ്ങളും അങ്ങനെ തന്നെ ചെയ്യാം. അപ്പൊ അവരെടുത്ത സ്ട്രാറ്റജി എന്നാ? ആദ്യമേ തന്നെ അയ്യോ രാജാവേ അങ്ങനെ പറഞ്ഞോണ്ട് നിലവിളിച്ചോടി അങ്ങനെ ചെല്ലാൻ പറ്റത്തില്ല. പക്ഷെ ആദ്യമേ അതിനാണോ അവർ ശ്രമിച്ചത്? അല്ല. ഹല്ലേലൂയ. അവർക്കറിയാം ഈ വിഷയത്തിൽ ഒരു വിടുതൽ ഇവനെ ശരിയാക്കണമെങ്കിൽ, ആമേൻ, ഈ അമാലേക്കൻ എന്ന് പറയുന്ന ഈ ഹാമാനെ ശരിയാക്കണമെങ്കിൽ വേറെ ഒരു വഴിയില്ല. ആമേൻ. ഇത് ചെയ്യാതെ ദൈവത്താൽ അല്ലാതെ ഇവനെ പിടിക്കാൻ പറ്റത്തില്ല. അത് കാരണം അവരും എടുത്ത സ്ട്രാറ്റജി തന്നെ. അതും അവർ ഉപവസിച്ചു, ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചു. എന്നിട്ട് കാര്യങ്ങൾ ചെയ്തോ ഇല്ലയോ? ചെയ്തു. അവർ ഉപവസിച്ചോണ്ട് അങ്ങനെ അങ്ങനെ അങ്ങ് ഇരുന്നു വന്നിട്ട് ദൈവം അങ്ങ് അത്ഭുതം ചെയ്തതാണോ? അല്ല. അവര് ഹാൻഡ്സ് വെയർ ലിഫ്റ്റഡ് ടു ദ ത്രോൺ ഓഫ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ അവരുടെ ഹൃദയങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തപ്പെട്ട് അവർ ദൈവസന്നിധിയിൽ അവരുടെ വിഷയങ്ങൾ സമർപ്പിച്ച് ഉപവസിച്ച്, ഹാലേലൂയ ഹാലേലൂയ, അങ്ങനെ നിന്നപ്പോൾ എന്നാ പറ്റിയ? അതിനുള്ള വിസ്ഡം ദൈവം കൊടുത്തു, ഇടപെടാനുള്ള കൃപ ദൈവം കൊടുത്തു. ഹാലേലൂയ. ദൈവത്തിന്റെ അൺകോമൺ ഫേവർ ദൈവം നൽകി, വഴികൾ തുറന്ന് ദൈവം അവർക്ക് വിജയം കൊടുത്തോ ഇല്ലയോ? ദൈവം അവർക്ക് വിജയം കൊടുത്തു. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിളോട് ചിന്തിക്കാം. ആ, ഇത് 1 ശമൂവേലിന്റെ പുസ്തകം, 1 ശമൂവേൽ അതിന്റെ 7-ാം അധ്യായം. 1 ശമൂവേൽ 7-ാം അധ്യായം. 1 ശമൂവേൽ 7-ാം അധ്യായം. ആരെങ്കിലും എടുത്തോ? 7-ാം അധ്യായം അതിന്റെ 5 തൊട്ട് നമുക്ക് വായിക്കുവാണെങ്കിൽ, 5 അല്ല, 3-ന്റെ ലാസ്റ്റ് തൊട്ട്, 3 തൊട്ട് ഞാൻ വായിക്കാം. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യ ദൈവങ്ങളെയും അസ്തരോത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവൻ, എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തരോത്ത് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞു, യഹോവയെ മാത്രം സേവിച്ചു. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനെ മിസ്പയിൽ കൂട്ടുവിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയുടെ പാപം ചെയ്തിരിക്കുന്നെന്ന് അവിടെ വെച്ച് പറഞ്ഞു. പിന്നെ ശമൂവേൽ മിസ്പയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. ഇസ്രായേൽ മക്കൾ മിസ്പയിൽ ഒന്നിച്ചുകൂടി എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലിന്റെ നേരെ പുറപ്പെട്ടു വന്നു. ഇസ്രായേൽ മക്കൾ അത് കേട്ടിട്ട് ഫെലിസ്ത്യരെ ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവാംഗ ഹോമം കഴിച്ചു. ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരമരുളി. ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടയ്ക്കടുത്തു. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. ഇസ്രായേലിൽ മിസ്പയിൽ നിന്ന് പുറപ്പെട്ട് ഫെലിസ്ത്യരെ പിന്തുടർന്നു, ബേത്കാരിന്റെ താഴെ വരെ അവരെ സംഹരിച്ചു. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് ഏബൻ ഏസർ എന്ന് പേരിട്ടു. ഇങ്ങനെ ഫിലിസ്ത്യർ ഒതുങ്ങി, പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല. അമേൻ. ഹല്ലേലൂയ. ഫിലിസ്ത്യരെ ഡീൽ ചെയ്യുന്ന പരിപാടിയുണ്ടോ? അമേൻ. ഹല്ലേലൂയ. ഇവിടെ ഇവർക്ക് പ്രശ്നം വന്നപ്പോ എന്നാ ചെയ്തേ? ഇവര് ആദ്യം ദൈവഹിതമല്ലാത്ത രീതിയിലെല്ലാം പോയി. പക്ഷെ എന്നാലും പിന്നീട് ശമൂവേലിന്റെ അടുത്ത് വരുവാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണം. അപ്പൊ ഇവർക്ക് മനസ്സിലായി, ഹല്ലേലൂയ, ശമൂവേൽ വേറെ എന്തെങ്കിലും ചെയ്താൽ മാത്രം നടക്കത്തില്ല, ശമൂവേൽ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കാതെ ഇതിനകത്തൊരു രക്ഷയില്ല. ശമൂവേലേ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പൊ ശമൂവേൽ ഒരു കാര്യം, നിങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേ. ഹല്ലേലൂയ. എന്നിട്ട് ശമൂവേൽ പറഞ്ഞു, നിങ്ങൾ മിസ്പയിൽ കൂടുക. ഹല്ലേലൂയ. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഇസ്രായേലിനെയും മിസ്പയിൽ കൂട്ടുവൻ. ശമൂവേൽ പറഞ്ഞാണ്, അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും മിസ്പയിൽ കൂട്ടുവൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. ആമേൻ. അപ്പൊ ശമൂവേൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ ഹല്ലേലൂയ, ശമൂവേൽ പറഞ്ഞു, എല്ലാരും കൂടി ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം, നിങ്ങൾ എല്ലാരും വീട്ടിൽ ഇരുന്നോളാം അല്ല പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. എങ്ങനെയാണ് പലരും പ്രയർ റിക്വസ്റ്റ് കൊടുക്കും, പിന്നെ ചർച്ച വരാൻ പറഞ്ഞ ഉപവാസം കൂട്ടപ്രാർത്ഥനയെന്ന് പറഞ്ഞ ആളെ കാണാനില്ല, ആൾക്കാരെ കാണാനില്ല, പക്ഷെ ഫാസ്റ്റ് പ്രാർത്ഥിക്കണം. ആമേൻ. ഹല്ലേലൂയ. ശമൂവേൽ ഒരു കാര്യം പറഞ്ഞു, വിടുവിക്കലും പ്രാർത്ഥിക്കലും തോന്നുന്നു കുഴപ്പമില്ല, പക്ഷെ വാ മിസ്പയില് എല്ലാ ഇസ്രായേലിനെയും കൂട്ടവിടെ. ആ
ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞ എന്താ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാക്കും. നിങ്ങളെല്ലാരും വീട്ടിലിരുന്നോ, ഞാൻ പ്രാർത്ഥിച്ചോളാം, ദൈവം വിടുതൽ അയക്കുമെന്ന് അല്ല പറഞ്ഞേ. എല്ലാരും വീട്ടിൽ നിന്ന് ഇറങ്ങ്, മിസ്പയിലേക്ക് വാ, എന്നിട്ട് ഞാൻ യഹോവയോട് പ്രാർത്ഥിക്കും. ഇവരത് കേട്ടോ ഇല്ലേ? കേട്ടോ, അവർക്കൊരു വിടുതൽ മതിയായിരുന്നു. ഹാലേലൂയ, സ്തോത്രം. ഇസ്രായേൽ മക്കൾ അതിന്റെ 7 പറയുന്ന മിസ്പയിൽ ഒന്നിച്ചു കൂടി. സ്തോത്രം. അവിടെ കണ്ടോ, ഇസ്രായേൽ മക്കൾ മിസ്പയിൽ ഒന്നിച്ചു കൂടി എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലിന് നേരെ പുറപ്പെട്ടു വന്നു. കണ്ടോ, ഇത് അവരവിടെ ഇവിടെ ഇരുന്നപ്പോ ഒരു കുഴപ്പമില്ല. ഇവർ ഒരുമിച്ച് കൂടി മിസ്പയിൽ വന്നു എന്ന് കേട്ടപ്പം ഹല്ലേലൂയ, സ്തോത്രം. അന്നേരമാണ് പ്രശ്നം. ഇതാണ് 2 3 പേര് കർത്താവിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവന്റെ നടുക്ക് നമ്മുടെ യേശുപ്പച്ചനുണ്ട്. അതാണ് 2 പേരെങ്കിലും ഒരു ഫാമിലി പ്രെയർ ആണെങ്കിലും നടന്നാൽ അത് എന്താ വിജയം എന്നറിയോ? ആമേൻ. അതുകൊണ്ടാണ് ഇത് കൂട്ടാതിരിക്കത്തക്ക രീതിയിൽ എന്തെല്ലാം പരിപാടികളാണ് ഒപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് നിന്നാൽ, ഹല്ലേലൂയ, ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ, ഒരുമിച്ച് സഭയായി നിന്നാൽ അതിനകത്തൊരു ശക്തിയുണ്ട്. അങ്ങനെ നിന്നെന്ന് കണ്ടപ്പോഴാണ് ഇവർക്കാണ് ഭയങ്കര പ്രയാസം. അന്നേരം ദേ വരുന്നവര്, ഹല്ലേലൂയ, മിസ്പയിൽ ഒന്നിച്ചു കൂടി എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ, കാരണം അവർക്കറിയാം ഇവർ ഒരുമിച്ച് കൂടിയാൽ പിന്നെ നമ്മൾ എത്ര ഒരുമിച്ച് കൂടിയാലും ഇവർ ഒരുമിച്ച് കൂടുന്ന അത്രയും പവർഫുൾ ആകത്തില്ല. ആമേൻ. ആരൊക്കെ ഒരുമിച്ച് കൂടിയാലും ദൈവമക്കൾ ഒരുമിച്ച് നിന്നാൽ അവരുടെ നടുവിൽ കർത്താവുണ്ട്. അതാണ് 2 3 പേരെ ഉണ്ടെങ്കിലും ദാറ്റ് ഈസ് സോ പവർഫുൾ. ഹല്ലേലൂയ. എന്നിട്ട് എന്നാ പറഞ്ഞ ഇസ്രായേൽ മക്കൾ, അപ്പം ഉടനെ തന്നെ ഇസ്രായേൽ മക്കള് ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലിന്റെ നേരെ പുറപ്പെട്ടു വന്നപ്പോ അവരെല്ലാരും ഫെലിസ്ത്യരെ ഭയപ്പെട്ടു. പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ പ്രാർത്ഥിക്കാനൊക്കെ സ്റ്റെപ്പ് എടുത്ത് വെച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇതാണ്ട് പിന്നെ പ്രോബ്ലം കൂടി. അപ്പൊ അവർക്ക് ഭയങ്കര പേടിയായി. പക്ഷേ ശമൂവേലിനോട് ഒരു പറയാം, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടത് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ. അങ്ങനെയാണെങ്കിൽ പ്ലീസ് കണ്ടിന്യൂ. മോശ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൈ ഉയർത്തി നിന്നു. അല്ലെങ്കിൽ ഇവര് പറയാം മതിയാക്കൽ, നിർത്തരുത്, ഇവര് പോയിട്ടില്ല, അവര് ജയം കിട്ടുന്നതിന് വരെ. അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ് പ്രെയർ. ഹല്ലേലൂയ, സ്തോത്രം എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ശമൂവേൽ എന്നാ ചെയ്ത് അവിടെ സർവാംഗ ഹോമം കഴിച്ചു. എന്നിട്ട് ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. ആര് പ്രാർത്ഥിച്ചു? ശമൂവേൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. യഹോവ ഉത്തരമരുളി. ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടയ്ക്കടുത്തു. ആമേൻ. അപ്പൊ നമ്മള് പ്രാർത്ഥിക്കുകയും പ്രയർ റിക്വസ്റ്റ് കൊടുക്കുകയും ഒരുമിച്ച് കൂടുകയും ഇതൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇപ്പുറത്തെ വശത്തുനിന്ന് അതും ഇതൊക്കെ ചിലപ്പോൾ കൂടി വരുന്നെന്ന് തോന്നും. പക്ഷെ നമ്മൾ അവിടെ ഒന്നും പ്രാർത്ഥന നിർത്താനോ പ്രാർത്ഥന മതിയാക്കാനോ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ മഹത്വം നമ്മൾ കാണുന്നുണ്ട്. അവിടെ കണ്ട അവിടെ എഴുതിയിരിക്കുന്നത്, കർത്താവ് വലിയ ഇടിമുഴക്കി അവരെ ഭ്രമിപ്പിച്ച അവർ ഇസ്രായേലിനോട് തോറ്റു. ആമേൻ. ഹല്ലേലൂയ. ശമൂവേൽ എന്നാ ചെയ്തേ? ശമൂവേൽ ഒരു യുദ്ധത്തിന് പോയോ? ശമൂവേൽ പോയോ? ഇല്ല. ഇവരെ എല്ലാരും കൂടി ട്രെയിനപ്പ് ചെയ്ത് നിങ്ങള് 10 പേര് മുമ്പിൽ നിൽക്കുക, 10 പേര് പുറകെ നിൽക്കുക, അല്ലെങ്കിൽ 1000 പേര് അവിടെ നിൽക്കുക, ഇതൊന്നും അല്ലായിരുന്നു അവിടെ പരിപാടി. ആരാധിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ഹല്ലേലൂയ. ബാക്കി അവിടെ കർത്താവ് അവിടെ ചെയ്തോ. ഹല്ലേലൂയ. ഇവരെല്ലാരും ഇവരെ പിടിച്ച് ഇപ്പൊ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ടാ വന്നേ. പക്ഷെ ആ ഒരു പ്രാർത്ഥനയുടെ ശക്തി കണ്ടോ. ഹല്ലേലൂയ. ജനത്തിന് മനസ്സിലായി ഇങ്ങനെയാണ് ഞങ്ങൾക്ക് വിടുതല് കിട്ടുന്നത് എന്നുള്ളത്. ആമേൻ, സ്തോത്രം. എന്നിട്ട് ശമൂവേൽ എന്നാ ചെയ്തേ? ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനിനും മധ്യേ നാട്ടി. എന്നിട്ട് പറഞ്ഞു, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അതിങ്ങനെ ഒതുങ്ങാത്ത പല കാര്യങ്ങൾ കാണും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളെ ഇട്ട് ഞെരുക്കി നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത പല ഒതുങ്ങാത്ത കാര്യം, ഇതിനെല്ലാം ഒതുക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഹല്ലേലൂയ. അത് നമ്മുടെ നാക്കല്ല, നമ്മുടെ കൈയുടെ മിടുക്കല്ല, നമ്മുടെ സാമർഥ്യമല്ല. 2 പറയണം, ഇങ്ങനെ മിണ്ടായിരുന്ന ഇതൊന്നും അല്ല നമ്മുടെ വിജയം. ഹല്ലേലൂയ. ശരിക്കുള്ള വിജയം എന്ന് പറഞ്ഞ ഇതാ. ആമേൻ. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക, കൂടി പ്രാർത്ഥിക്കാൻ പറ്റാമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുക. നമുക്ക് പ്രയർ റിക്വസ്റ്റ് ആരെങ്കിലും പറയണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവരും പ്രാർത്ഥിക്കാനായിട്ട്. ഹല്ലേലൂയ. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ശമൂവേൽ പറഞ്ഞത്, ഓക്കെ ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങളും വാ. അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. ശമൂവേൽ അവിടെ കർത്താവിനോട് യഹോവയോട് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഒരു യുദ്ധത്തിനും ആരും പോയില്ല, ആരുടെയും പുറകെ പോയില്ല. ഇവരെ ഭ്രമിപ്പിക്കുന്ന കാര്യം ദൈവം ഏറ്റു. ആമേൻ. അവര് പോയോ ഇല്ലയോ? പോയി. അത് കാരണം അത് കണ്ടോ, പുതിയ പേര് കണ്ടോ. ഹല്ലേലൂയ. അവിടെ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് എന്നിട്ട് പറഞ്ഞു, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു, ഇത്രത്തോളം ഞാൻ കൂടെ ഉണ്ടായിരുന്നോണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടോണ്ട് എന്റെ ഓർമ്മയ്ക്കായി ഈ കല്ല് നാട്ടുമല്ല. ആമേൻ. ഹല്ലേലൂയ. എന്നാ പറഞ്ഞു? ഇത്രത്തോളം ആര് നമ്മളെ സഹായിച്ചു? യഹോവ നമ്മെ സഹായിച്ചു. പ്രാർത്ഥിച്ചത് ശമൂവേലാണ്. ഹല്ലേലൂയ. ഹോമയാഗം കഴിച്ചത് ആരാണ്? ശമൂവേലാണ്. ഇവരെല്ലാം ബലപ്പെടുത്തിയത് ആരാണ്? എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ എല്ലാം
ശരിയാണ്. പക്ഷെ ആ കല്ല് അവിടെ നാട്ടുമ്പോ പറയുന്നതന്നെ ഇത്രത്തോളം യഹോവ നമ്മളെ സഹായിച്ചു. ഹാലലൂയ. ഇതായിരിക്കണം നമ്മുടെയും സാക്ഷ്യം. ഇത് വേണമെങ്കിൽ ഹാലലൂയ, ഹാൻഡ് ഷുഡ് ബി ലിഫ്റ്റഡ് ടു ദ ത്രോൺ ഓഫ് ഗോഡ്. ആമേൻ. ഹാലലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ചില പുതിയ പേരിടാൻ ദൈവം നമുക്ക് കൃപ തരും. ആമേൻ. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. ഏബനേസർ, ഹാലലൂയ, യഹോവ നിസി. ഇതെല്ലാം വരുന്നത് ചുമ്മാതല്ല. നമ്മള് യഹോവ നിസി നിസി നമ്മൾ പാടുന്നുണ്ട്. നമ്മൾ പല പാട്ട് യഹോവ ഈരെ പല, പക്ഷെ അതിന്റെയൊക്കെ പിന്നില് ആ പേരിടാനും അവരാ ഒരു അനുഭവത്തിൽ കൂടി കടന്നു വന്ന് ചിന്തിച്ചു നോക്കിക്കേ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൈയും തോളും ഒടിഞ്ഞ് ഇങ്ങനെ നിന്ന് ആ ഒരു ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ യുദ്ധം ജയിക്കാൻ വേണ്ടി ഇങ്ങനെ നിന്ന് മോശയുടെ പേരാണ് യഹോവ നിസി. ഹാലലൂയ. അത് ചുമ്മാതെയല്ല. നമ്മളിതൊന്നുമില്ലാതെ ചുമ്മാ യഹോവ നിസി നിസി എന്ന് പാടുക, എന്നിട്ട് വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുമില്ല, വെറുതെ എന്നിട്ട് പിന്നെ പലതിലും പലതിലും നമുക്കൊരു മാറ്റമില്ലാതെ തുടരുകയാണ്. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് യഹോവ നിസി ആവണമെങ്കിൽ എബനേസരായിട്ട് ലൂയ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണുക തന്നെ ചെയ്യും. എപ്പോഴാണ് ഉയർത്തപ്പെട്ട കരങ്ങൾ ദൈവസന്നിധിയിൽ ഉണ്ടോ? ലൂയ. സ്തോത്രം. തീർച്ചയായിട്ടും നമുക്ക് ഏത് വിഷയമാണോ അതിന്റെ മേൽ ദൈവത്തിന്റെ കരങ്ങൾ കാണുക തന്നെ ചെയ്യും. ഇപ്പൊ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തില് എല്ലാരുമല്ല, എല്ലാരുമല്ല, മോശ അവിടെ നിന്നു. മോശയുടെ കൈ താങ്ങിയപ്പോൾ, തളർന്നപ്പോൾ, ഭാരം കൊണ്ട് തളർന്നപ്പോൾ അതിനെ താങ്ങുവാനായിട്ടും അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ മോശയുടെ കൈ ഉയർന്നിരിക്കുക എന്നുള്ളത് തന്നെയാണ് ദൈവത്തിന്റെ ഹിതം. അത് ക്ഷീണിച്ചു പോയാൽ അതിന് സപ്പോർട്ടീവായിട്ട് നിൽക്കുക. ശമൂവേലിന്റെ പ്രാർത്ഥന, ഹാലലൂയ. അതുപോലെ എസ്തർ, മൊർദെഖായി, ഇതിനകത്തെല്ലാം കീ റോള് വഹിക്കുന്നവരുണ്ട്. ഹാലലൂയ. ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്ത്, അത് സഭയുടെ വിഷയമാകട്ടെ, കുടുംബത്തിന്റെ വിഷയമാകട്ടെ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മൾ ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വലിയ കരങ്ങൾ നമ്മുടെ വീട്ടിലും വ്യക്തിപരമായ ജീവിതത്തിലും ചർച്ചിലും എല്ലാം വെളിപ്പെടുവാൻ സ്വർഗത്തിൽ ദൈവം ഇടയാക്കി തീർക്കും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ ഒരാൾ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കണം, കരങ്ങൾ ഉയർത്തിയിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് മോശയെക്കാളും വലിയവനായ ഒരാളുണ്ട്. ആമേൻ. നമുക്ക് മോശയെക്കാളും വലിയവനായ ഒരാളുണ്ട്. അതാരാ? നമ്മുടെ യേശുവചൻ. നമുക്ക് റോമാലേഖനം 8, റോമാലേഖനം 8 അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം തെരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? റോമാലേഖനം 8:33, 34. നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുവേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇത് മോശ പക്ഷപാതം ചെയ്ത പോലെയാണ്. മോശ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള, കർത്താവോ തുടർന്നുകൊണ്ടേയിരിക്കുക. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. അപ്പം നമുക്ക് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമ്മുടെ യേശുവിൻ സദാസമയം പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കാന്ന് കാര്യം നമ്മൾ മറക്കരുത്. ആമേൻ. അത് കുന്നുംപുറത്തല്ല, പിതാവിന്റെ വലതുഭാഗത്ത്. ഹല്ലേലൂയ. അവിടെ തന്നെയാ, വേറെ എങ്ങുമല്ല. അവിടെ തന്നെ ഇരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തിട്ട്. അത് മാത്രമാണോ? അതിന്റെ 8:27, എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത എന്റെതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഇരുന്ന് ആരാ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. അവിടെ ഇരുന്ന് ആര് പ്രാർത്ഥിക്കുന്നു? യേശു കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പൊ നമുക്ക് വിജയം ഉറപ്പ്. നമ്മൾ ഓൾറെഡി നമ്മൾ വിന്നേഴ്സ് ആണ്. നമ്മൾ വിന്നിങ് സൈഡിൽ നിന്നുകൊണ്ട് പൊസസ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇസ്രായേൽ മക്കൾക്ക് ദൈവം പറഞ്ഞ്, ഞാൻ പാലും തേനും ഒഴുകുന്ന ദേശം നിങ്ങൾക്ക് തന്നിരിക്കുക, നിങ്ങളുടെ മുമ്പിൽ ഒരുത്തരും നിൽക്കത്തില്ല. അതെല്ലാം ശരിയാണ്. പക്ഷെ അവർക്ക് ഇതെല്ലാം എൻകൗണ്ടർ ചെയ്ത് അത് പ്രാപിച്ചെടുക്കേണ്ട മാത്രമുള്ളായിരുന്നു അവർക്ക്. ആമേൻ. പക്ഷെ വിജയം അവരുടെ തന്നെയാണ്. കർത്താവ് അവരെ ഓൾറെഡി അത് ഏൽപ്പിച്ചു കൊടുത്തു. പിന്നെ അത് പൊസസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിനകത്ത് വേണ്ടുന്ന സകല കാര്യങ്ങളും കർത്താവ് നമുക്ക് തന്നിരിക്കുക. നമുക്ക് വേണ്ടി മോശയെക്കാളും വലിയവൻ, ഹല്ലേലൂയ, പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ അകത്തിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. എന്നാൽ അത് മാത്രം മതിയോ? താഴെ യോശുവയ്ക്കുണ്ടൊരു യുദ്ധം. ആമേൻ. യോശുവ താഴെ കിടന്നുകൊണ്ട് അവിടെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കുന്നുംപുറത്ത് നിൽക്കുന്നുണ്ട് മോശ. പക്ഷെ എന്നാലും യോശുവയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പോരിന്റെ ആയുധം ജഡികങ്ങളല്ല. നമ്മളുടെ ആയുധങ്ങൾ എന്തുവാ? അത് കോട്ടകൾ ഇടിപ്പാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ട്, പ്രാർത്ഥിക്കണമെന്നുള്ളത്. ആമേൻ. കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെന്താ? യേശുവിനെ പ്രാർത്ഥിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, അത് മതിയോ? ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം
എഫേസ്യ ലേഖനം 6. എഫേസ്യർ 6. ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുക. അതിനെക്കുറിച്ച് നമ്മൾ ഇനി പറയുന്നില്ല. അതിന്റെ താഴെ പറയുന്നത് രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. അതിന്റെ താഴെ സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവിൻ. സ്തോത്രം. പറഞ്ഞിരിക്കുന്നത് സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവിൻ. ആമേൻ. അപ്പൊ നമ്മൾ പൂർണ്ണ സ്ഥിരത കാണിക്കേണ്ട ഒരു വിഷയമാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ 3-ാം സ്വർഗ്ഗത്തിൽ എടുക്കപ്പെട്ടു, ഞാൻ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇനി എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കേണ്ട, എനിക്കറിയാം മാനേജ് ചെയ്യാൻ, എന്റെ കൂടെ എന്റെ കർത്താവുണ്ട്. അങ്ങനല്ല, അപ്പോസ്തലനായ പൗലോസ് മനസ്സിലാക്കി എനിക്കും പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. ആമേൻ. അപ്പൊ എത്ര വലിയ വ്യക്തിയാന്ന് പറഞ്ഞാലും നമുക്ക് എല്ലാവർക്കും പരസ്പരം നമുക്ക് പ്രാർത്ഥന ആവശ്യമാണ്. ആമേൻ. നമ്മളത് മനസ്സിലാക്കണം. ഇസ്രായേൽ മക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ, പ്ലീസ് കണ്ടിന്യൂ. ഹല്ലേലൂയ. മോശയുടെ കൈ താഴുന്നതാണ് നമ്മുടെ തോൽവി എന്നുള്ള അവർക്ക് മനസ്സിലായിട്ട് അവർ വേണ്ടുന്ന സപ്പോർട്ട് കൊടുത്ത് തേണ്ട കൈ ഉയർത്തി നിൽക്കുക. അതാണ് അവരുടെ വിജയം കണ്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്ത് യേശുവിനെ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ഉത്തരവാദിത്വം എന്തുവാ? നമുക്കും ഒരു ചെറിയ റോള് കർത്താവ് തന്നിട്ടുണ്ട്. ഏത് നേരത്തും ഹല്ലേലൂയ ആത്മാവിൽ പ്രാർത്ഥിച്ച് അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി, അപ്പൊ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഇതിന്റെ യുദ്ധത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ആമേൻ. അത് ശകലം പ്രാർത്ഥി പൂർണ്ണ സ്ഥിരത. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ എല്ലാ ദിവസത്തെ പ്രയർ റിക്വസ്റ്റിനകത്ത് ഉള്ളതായിരിക്കണം. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. കാരണം ഇതാണ് നമ്മുടെ വിജയം. ഇതിന് മടുപ്പ്, ഈ കൈ താഴ്ന്നതിന്റെ കാരണം ഇതാണ് വിജയത്തിന്റെ കീ. അതുകൊണ്ട് ഇവിടെ ഭാരം കൂടുന്നമോ, യോശുവയുടെ കൈ കുഴയ്ക്കുന്ന ഒന്നും വിഷയമല്ല. ഇത് പോയാൽ വിജയം ഉറപ്പാണ് ശത്രുവിന്. അതുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥനയ്ക്കകത്ത് തളർച്ചയും ക്ഷീണവും ഈ പറയപ്പെട്ട വകകളെല്ലാം വരുന്നതിന് കാരണം അവരറിയാം ഇവരെത്ര കിടന്ന് ഓടിച്ചാലും കുഴപ്പമില്ല, ഓടി ഓടി നടന്നാലും ഇവർക്ക് പ്രശ്നമില്ല. പക്ഷെ ഇവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കരുത്. പ്രാർത്ഥിപ്പിച്ചാൽ അതുകൊണ്ടാണ് ഇതിനെതിരെ ഇത്രയ്ക്കും പ്രശ്നം. ഹല്ലേലൂയ. നമുക്ക് മടുപ്പ് വരുന്നു, തളർച്ച വരുന്നു, നമുക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നാതെ വരുന്നു. അങ്ങനെയൊക്കെ വരുന്നതിന്റെ കാരണം ഇതാണ് നമ്മുടെ കീ. ഹല്ലേലൂയ, സ്തോത്രം. ഇതില്ലാതെ നമുക്ക് പറ്റത്തില്ല. അതുപോലെ അപ്പോസ്തലനായ പൗലോസ് താൻ തടവിലായിരുന്ന സമയത്തും പറയുന്ന ഒരു കാര്യമുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിനകത്ത്, ഫിലിപ്പിയ ലേഖനം 1:19 ആരെങ്കിലും വായിക്കുമോ? ഫിലിപ്പിയ ലേഖനം 1:19. 1:19. നിങ്ങളുടെ നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അതെനിക്ക് രക്ഷാകാരണമായി തീരുമെന്ന് ഞാൻ അറിയുന്നു. കേട്ടോ, അപ്പോസ്തലനായ പൗലോസ്, എന്നെ ദൈവം വിടുവിച്ചോളും. ഓക്കെ, നിങ്ങളാരും ഒന്നും വിഷമിക്കേണ്ട, തക്ക സമയത്ത്. അങ്ങനെയല്ല, പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, വിടുവിക്കും ദൈവം, പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയാലും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന എന്റെ വിടുതലൊരു കാരണമാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവൻ. യെസ്, പിന്നെ ഞാൻ പറയുന്നത് സന്തോഷിക്കുവൻ. അതെന്താകും? അത് വിടുതലിന് കാരണമായി തരും. എപ്പം? അത് ചുമ്മാതല്ല, അത് പ്രാർത്ഥനയാൽ അവിടെ ഒരു വിടുതലുണ്ടാകും. ആമേൻ. അതുപോലെ തന്നെ ഫിലെമോന്റെ ലേഖനത്തിനകത്ത് ഒരു കാര്യമുണ്ട്. ഫിലെമോൻ 1:22. ഇതല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന പ്രത്യാശ ഉണ്ടാകൊണ്ട് എനിക്ക് പാർപ്പിടം ഒരുക്കിക്കൊള്ളുക. കണ്ടോ? ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടും. ആമേൻ. അപ്പൊ പ്രാർത്ഥിക്കുന്നവർക്ക് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരെ കിട്ടും. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആർക്കൊക്കെ നമ്മൾക്ക് ആരൊക്കെ അനുഗ്രഹമായി തീരുന്നു, നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ തക്ക സമയത്ത് ദൈവം നമ്മളെ അവരുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കും. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ദൈവം നടത്തും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു കാര്യം, നിങ്ങളുടെ പ്രാർത്ഥനയാൽ, സ്തോത്രം, നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടും. എന്റെ പ്രാർത്ഥനയാൽ എന്നല്ല പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടും. ഹല്ലേലൂയ. അപ്പം അപ്പോസ്തലനായ പൗലോസ് മാത്രമല്ല, സഭയോടും പ്രാർത്ഥിക്കാൻ പറയുവാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ പ്രാർത്ഥനയാൽ കണ്ടോ വിടുതൽ നടക്കുന്നത്. അല്ലാതെ നിങ്ങൾ അവിടെ ചെന്ന് അവരോട് എന്ന് പറയണം, കേട്ടോ, അവർ ആ പുള്ളിയെ ചെന്നൊന്ന് കണ്ടിട്ട് ഒരു ലെറ്റർ ഒന്ന് കൊടുക്കും, ഒന്ന് കാണും, എന്നെ ഒന്ന് ഇറക്കാമെന്ന് ചോദിക്കും. ഇതല്ല പറയുന്നത്. എനിക്കിവിടുന്ന് ഇറങ്ങണേ നിങ്ങളുടെ പ്രാർത്ഥന മതി.
ഹാലലൂയ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ അല്ലെ പുള്ളിയോടൊന്ന് ചോദിക്കോ, അവരോട് ഒന്ന് റെക്കമെൻഡ് ചെയ്യാമോ, ഒന്ന് പോയി പറയാമോ പുള്ളിയോട്. എന്നാലും ആരെങ്കിലും പരിചയമുണ്ടോ? ഇതൊന്നും നോക്കി അവിടെ കിടന്നുകൊണ്ട് പരിചയക്കാരെ തപ്പി നടക്കുന്നില്ല. അതിന് പോലീസിൽ പരിചയമുള്ളവരുണ്ടോ, പട്ടാളത്തിൽ പരിചയമുള്ളവരുണ്ടോ, ഇതൊന്നും അല്ല തപ്പി നടക്കുന്നേ. ഒറ്റ പുള്ളി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇനി പോരാന്നുള്ള തോന്നലുമല്ല. നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടും. ഹാലേലൂയ. അപ്പൊ അവിടെ നിന്നുള്ള വിടുതലിന്റെ സീക്രട്ട് തന്നെ പ്രാർത്ഥനയാ. ഹാലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ എത്രയോ ഭാഗത്ത് നമ്മുടെ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ കണ്ടു. ഹാലേലൂയ, സ്തോത്രം. ഒരു ഭാഗം കൂടി പറഞ്ഞ് നമുക്ക് നിർത്തിയേക്കാം. ഹാലേലൂയ, സ്തോത്രം. 1 തിമോത്തി 2:8-9. 1 തിമോത്തി 2:8-9. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ? ഹല്ലേലൂയ. അതിന്റെ 1 തിമോത്തിയോസിന് 2 നമ്മൾ അതിന്റെ ആദ്യത്തെ ഭാഗം വായിക്കുമ്പോൾ എന്നാ പ്രാർത്ഥിക്കേണ്ടേ, ആർക്കു വേണ്ടി പ്രാർത്ഥിക്കേണ്ടേ എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവ്വഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അപ്പൊ എങ്ങനെ ജീവിക്കണമെങ്കിലാ? സകല മനുഷ്യർക്കും നാം സർവ്വഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്. അപ്പൊ സാവധാനതയും സ്വസ്ഥതയും വേണമെങ്കിൽ എന്നാ വേണം? പ്രാർത്ഥിക്കണം. അപ്പൊ ആരാ സ്വസ്ഥത കെടുത്തതാണ്? സാധാരണ നമ്മുടെ മേളിലുള്ളവര് അല്ലേ? അത് വീട്ടിലാവട്ടെ, ജോലി സ്ഥലത്താവട്ടെ, എവിടെയാവട്ടെ, കൂടുതൽ സ്വസ്ഥതക്കേട് വരുന്നത് എവിടെയാ? അവിടെയാണ്. അപ്പൊ നമ്മളോട് എന്നാ പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധി നല്ലതും പ്രസാദകരമാകുന്നു. അപ്പം എല്ലാവരും രക്ഷ പ്രാപിപ്പാൻ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും കർത്താവ് ഇച്ഛിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് അത് പറഞ്ഞേച്ചാണ് പറയുന്നത് ആകയാൽ. അപ്പൊ ഈ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പുരുഷന്മാർ എന്നാ ചെയ്യണം? ഹല്ലേലൂയ. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. മോശ എങ്ങനെ പ്രാർത്ഥിച്ചത്? കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ മോശ നിന്നു. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്ന എന്നാ? കൈ ഉയർത്തുന്നത് ശരിയാണ്, പക്ഷെ അവിടെ ഒരു ക്ലോസ് ഉണ്ട്. എന്തുവാ? കോപവും വാഗ്വാദവും വിട്ടാൽ ഭാര്യയെ തല്ലിയേച്ച് അല്ലെങ്കിൽ കണസാ കുണസാരിൽ ഇതുകൊണ്ട് ചെയ്തേച്ച് ഇങ്ങനെ ചെന്ന് ഉയർത്തി പിടിച്ചാലും ഒന്നും ചെല്ലത്തില്ല. അത് ദൈവത്തിന്റെ റോഡിലൊന്നും അതോ ചെല്ലത്തില്ല. ആമേൻ. ഹല്ലേലൂയ. വായി വരുന്ന എല്ലാം വിളിച്ചു പറഞ്ഞേച്ച് കോപവും വാഗ്വാദവും വിട്ടകന്നേച്ച് വേണം കൈവക്കാൻ. ആമേൻ. ഹല്ലേലൂയ. കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അതിന്റെ താഴത്തെ വാക്യം പറയുന്നത് ഔവണ്ണം സ്ത്രീകളും. അപ്പൊ ഇംഗ്ലീഷ് എഴുതിക്കുന്നത് ഇൻ ലൈക്ക് വൈസ് മാനർ. അപ്പോൾ ഇൻ ലൈക്ക് വൈസ് മാനർ എന്ന് വെച്ചാൽ മേളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എന്ന് വെച്ചാൽ സ്ത്രീകൾ പ്രാർത്ഥിക്കേണ്ടെന്നാണ്. പുരുഷന്മാർ മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ഈ താഴത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ സ്ത്രീകൾ യോഗ്യമായ വസ്ത്രം ധരിച്ചിരുന്നാൽ മതിയാ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ ഭാഗം മാത്രം എടുത്തിട്ട് സ്ത്രീകൾ മാന്യമായ വസ്ത്രം ധരിക്കണം, തലമുടി വില്ല്, അതുകൊണ്ടൊന്നും അല്ല അലങ്കരിക്കേണ്ട വിലയേറിയ വസ്ത്രം, ഇതൊക്കെ പിടിച്ചോണ്ടാണ് പറയുന്നത്. സ്ത്രീ സഭയിൽ സംസാരിക്കാൻ പാടില്ല, ഈ വിഷയങ്ങളൊക്കെ. പക്ഷെ നമ്മൾ ഇതിന്റെ ആ കോണ്ടെക്സ്റ്റ് മുഴുവൻ നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്കറിയാം. ഇൻ ലൈക്ക് വൈസ് മാനർ എന്ന് വെച്ചാൽ ഈ മുമ്പിൽ പറഞ്ഞതുപോലെ തന്നെ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ചെയ്യണ്ടേ? നമ്മളോട് പ്രാർത്ഥിക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇൻ ലൈക്ക് വൈസ് മാനർ. അപ്പം പ്രാർത്ഥനയുടെ വിഷയം വരുമ്പോൾ പുരുഷന്മാര് കോപവും ഈ വാഗ്വാദം എല്ലാം വിട്ടിട്ട് കൈ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മളും മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ച് ഹല്ലേലൂയ ദൈവഭക്തിക്ക് ഉചിതമായ രീതിയിൽ ഹല്ലേലൂയ അങ്ങനെ വേണം. അല്ലാതെ കൈ പൊക്കുമ്പോൾ സകല സാധനങ്ങളും കണ്ട് ഹല്ലേലൂയ, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് പാട്ട് പാടും, അവിടെ നിന്നൊന്ന് പാട്ട് പാടുമ്പോഴത്തേക്കിന് അതും ഇതുമെല്ലാം കാണിച്ച് ഇങ്ങനെ ഷോ കാണിച്ചുള്ള പരിപാടികളൊന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. മാന്യമായ രീതിയിൽ, യോഗ്യമായ രീതിയിൽ ഹാലിൽ നമ്മൾ നിൽക്കേണ്ടടുത്ത് നിൽക്കേണ്ടതുപോലെ നിന്ന് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ആമേൻ. അപ്പൊ പുരുഷന്മാരെന്നാ ചെയ്യണ്ടേ? സ്ത്രീകൾ എന്നാ ചെയ്യണ്ടേ? അപ്പൊ ഇതെല്ലാം നമുക്കും തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ആമേൻ. അപ്പൊ ഇൻ ലൈക്ക് വൈസ് മാനർ. അപ്പൊ നമുക്കും ദൈവസന്നിധിയിലെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ആമേൻ. ഇത് പുരുഷനെന്നോ സ്ത്രീ എന്നോ വ്യത്യാസം ഇല്ല. ഹാലലുയ. ചെയ്യേണ്ടതുപോലെ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഹാലലുയ. ഈ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ കരങ്ങൾ ഉയർത്തപ്പെട്ട് നിന്നാൽ, മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ, നമ്മൾ ഈ കീ മനസ്സിലാക്കിയാൽ ഹാലലുയ
സ്തോത്രം. വിജയം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്നാ? നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് അന്ത്യം വരെ, കർത്താവിന്റെ വരവ് വരെയും ഈ വിശ്വാസത്തിൽ വീണു പോകാതെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. അല്ലാതെ കുറെ പൈസ കിട്ടുന്നതും നമുക്ക് കുറെ അനുഗ്രഹങ്ങൾ വാരി കൂട്ടുന്നതല്ല നമ്മുടെ വിജയത്തിന്റെ പ്രസക്തി. നമ്മുടെ വിജയം എന്ന് പറയുന്നത് തന്നെ എന്തെല്ലാം വന്നാലും അന്ത്യത്തോളം, ആദ്യത്തോളം നമ്മൾ മുറുകെ പിടിച്ചോണ്ട് നിൽക്കണം. അത് കുലുക്കി കളയാനാണ് ഇവന്റെ തീയമ്പാണ് അവിശ്വാസം. അതിനാണ് നമ്മൾ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുക. ഇതാണ് നമുക്കെതിരെ വരുന്നത് മുഴുവൻ. കാരണം അതാണ് നമുക്ക് വേണ്ടത്. അതുവരെയും നമ്മൾ നിൽക്കണം. അത് നിർത്തുന്നത് ആരാ? പത്രോസും പല രീതിയിൽ പലപ്പോഴും പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ആരെല്ലാം തള്ളി പറഞ്ഞാലും. അപ്പൊ കർത്താവ് എന്നാ ചെയ്തേ? കർത്താവ് പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്താൻ, വിശ്വാസത്തിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ചെയ്തത് എന്നതാ? പ്രാർത്ഥിച്ചു. ആമേൻ. ഒരാളെ തിരിച്ചു കൊണ്ടുവരാനും എന്ത് മതി? യേശുവിന് എന്താ ചെയ്തേ? പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ കാര്യം തന്നെ എടുത്ത് നോക്കിക്കാം. പിതാവേ, നിന്റെ ഹിതമെങ്കിൽ ഇത് മാറ്റണം എന്നൊക്കെ പറഞ്ഞു. ഇത് നടക്കേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. ക്രൂശിൽ മരിക്കണം. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, ആഗ്രഹം ഉണ്ടെന്ന് മാറ്റി കിട്ടിയാൽ, പക്ഷെ എന്നാലും അതിൽ കൂടി കടന്നു പോകാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക. ആമേൻ. അപ്പൊ നമ്മുടെ വിടുതലാവട്ടെ. വിടുതലിനാണെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ചിലപ്പം വിടുതലായിരിക്കും നമ്മൾ അതിൽ കൂടി കടന്നു പോകണമെങ്കിലും അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ ഈ പ്രാർത്ഥനയാണ് ഇത് എല്ലാ വിജയത്തിന്റെയും സീക്രട്ട്. ദൈവമക്കൾ അത് നമ്മൾ മറന്നു പോകാതെ, നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും, പല കാര്യങ്ങളും നമ്മൾ ചെയ്യണം, നമ്മൾ പ്രവർത്തിക്കണം, നമ്മളുടെ കൈകൾ എത്തേണ്ടടുത്ത് നമ്മളിത് ചെയ്യണം, നമ്മൾ പ്രവർത്തിക്കേണ്ട സമയത്ത് നമ്മൾ അതൊക്കെ ചെയ്യണം. പക്ഷേ ഹല്ലേലൂയ, എല്ലാ വഴികളിലും യഹോവയെ നനച്ചുകൊള്ളുക. ആമേൻ. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. കർത്താവിനെ തന്നെ അതെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക. അവൻ നമ്മുടെ പാതകളെ നിരപ്പാക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ മെയിൻ കീ, ഹല്ലേലൂയ, ഹാൻഡ്സ് വെയർ ലിഫ്റ്റഡ് അപ്പ് ടു ദ ത്രോൺസ് ഓഫ് ദ ലോർഡ്. ആമേൻ. ഹാൻഡ്സ് വെയർ ലിഫ്റ്റഡ് അപ്പ് ടു ദ ത്രോൺ ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. യഹോവ നിസി, എബനേസർ, ഇതിന്റെ എല്ലാം കാരണം പുറകിലൊരു പ്രാർത്ഥനയായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യഹോവ നിസിയായി, എബനേസറായി. ഹല്ലേലൂയ. നമ്മുടെ ഫിസിക്കലായിരിക്കും നമ്മുടെ പ്രോബ്ലം, പക്ഷെ നമ്മുടെ വെപ്പൺ സ്പിരിച്വലാണ്. ആമേൻ. ഹല്ലേലൂയ. അത് നമ്മൾ തിരിച്ചറിയണം. ഈവൻ ഇസ്രായേൽ മക്കളുടെ കാര്യം നമ്മൾ എടുത്താലും ഇപ്പം അവർക്ക് പല രീതിയിൽ പല പ്രൊട്ടക്ഷനും അവർക്ക് പല കേപ്പബിലിറ്റീസും ഉണ്ടെങ്കിലും അവസാന വിജയം, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കളെ എല്ലാവരും കൈവിട്ട് അവർ ഒറ്റപ്പെടുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. മഹോപദ്രവകാലത്തിന്റെ അവസാന സമയമാകുമ്പോഴത്തേക്കിനും, ഹല്ലേലൂയ, നമുക്കറിയാവുന്ന കാര്യമാണ്, അവിടെയും കർത്താവ് ഒലിവുമലയിൽ വരുന്നതിന് മുമ്പ് അവർക്ക് പല വിജയവും പല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിലും ലാസ്റ്റ് അവർ ദൈവസന്നിധി അവർ കുത്തിയവെങ്കിലേക്ക് നോക്കുന്നുള്ളൊരു വചനമുണ്ട് സെഖര്യാ പ്രവചനത്തിനകത്ത്. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നത് എന്നാന്നറിയാം? അന്നേരം അവർക്ക് കർത്താവ് കൊടുക്കുന്ന എന്തോന്നറിയാമോ? ഐ വിൽ പോർ ഔട്ട് ദ സ്പിരിറ്റ് ഓഫ് സപ്ലിക്കേഷൻ. ഹല്ലേലൂയ. കൃപയുടെയും യാചനയുടെയും ആത്മാവിനെയാ കൊടുക്കുന്നത്. ഹല്ലേലൂയ. അല്ലാതെ ഞാൻ കൂടുതൽ അയൺ ഡോം കൊടുത്ത്, കൂടുതൽ രാജ്യക്കാരെ സപ്പോർട്ട് കൊടുത്ത് അങ്ങനെ അല്ല അവരെ കർത്താവ് രക്ഷിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അവരുടെ ഫൈനൽ വിക്ടറി എന്താണെന്നറിയാമോ? The Lord will give them the spirit of supplication. കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ അവരുടെ മേൽ പകരും. അപ്പൊ അവര് നിലവിളിക്കും ദൈവത്തോട്. അവര് കർത്താവിനെ വിളിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു കുത്തിയവനിലേക്ക് നോക്കുമ്പോൾ ഒരു കുത്തിയവനെ കാണും. ആമേൻ. അവിടെ അവരുടെ വിടുതലാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് അവരെ വളരെ മനോഹരമായ രീതിയിൽ അവിടെ ആ ഒലിവുമലയിൽ കർത്താവിന്റെ കാലുകൾ എത്തും. അതോടെ അവർക്ക് പരിപൂർണ്ണ വിടുതല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അവിടെയും കർത്താവ് കൊടുക്കുന്ന കൂടുതൽ വെപ്പണോ അവരെക്കാളും കൂടുതൽ ശക്തിയുള്ള വലിയ വലിയ രാജ്യങ്ങളുടെ സപ്പോർട്ടോ ഒന്നും കൊടുത്തല്ല കർത്താവ് അങ്ങോട്ട് ഇറങ്ങാൻ പോകുന്നത്. അവർക്ക് കൊടുക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, സ്പിരിറ്റ് ഓഫ് സപ്ലിക്കേഷൻ. ഹല്ലേലൂയ. അതുകൊണ്ടോ അവർക്ക് വിടുതലും ജയവുമാ. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇതാണ് റെമഡി. നോട്ട് ബൈ മൈറ്റ്, നോട്ട് ബൈ പവർ, ബട്ട് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതെങ്ങനെ നടക്കും? ഹാൻഡ്സ് വെയർ ലിഫ്റ്റഡ് അപ്പ് ദ ത്രോൺ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. യഹോവയുടെ സന്നിധിയിൽ, നമ്മുടെ യേശുവിന്റെ സന്നിധിയിൽ നമ്മുടെ കരങ്ങൾ ഉയർന്നിരിക്കും. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. ആ കരം താന്നു പോകത്തില്ല. അത് സദാസമയം കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് വേണ്ടി ആരും ഇന്റർസീഡ് ചെയ്യാനില്ലെന്ന് ഓർത്ത് നമ്മൾ വിഷമിക്കുകയും വേണ്ട. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലല്ലോ, എന്നെ അറിയാവുന്ന ആരുമില്ലല്ലോ, എനിക്കൊരു അഭിഷിക്തനെ പേഴ്സണായിട്ട് അറിയത്തില്ലല്ലോ. ഡോണ്ട് വറി. നമ്മുടെ യേശുവിനെ നമുക്ക് വേണ്ടി അവിടെ സദാസമയം പക്ഷപാതം ചെയ്തോണ്ടിരിക്കുക എന്നൊരു ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഓൾറെഡി വിജയം ഉറപ്പാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അപ്പച്ചൻ പറഞ്ഞിരിക്കുന്ന പോലെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എല്ലാ എല്ലാത്തിന്റെയും പിന്നിൽ ഉള്ള വിജയം നമ്മുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിക്കാം.
നമ്മുടെ കരങ്ങൾ ദൈവസന്നിധിയിൽ, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ നമുക്ക് ഹാലേലൂയ ഉയർത്താം. യേശുവിന്റെ മുഖത്തേക്ക് നോക്കാം. പരിപൂർണ വിജയം നമ്മുടെ ഏത് വിഷയമാണോ അതിലെല്ലാം നമ്മൾ കാണും. ദൈവത്തിന്റെ മഹത്വം വിടുതലും നമ്മൾ കാണും. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടും. അതുകൊണ്ട് നമ്മൾ ഏത് വിഷയത്തിനോട് പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിന് മറുപടി നമ്മുടെ കയ്യിൽ നൽകപ്പെടും. അല്ലാതെ നമ്മുടെ മിടുക്കും കൊണ്ടല്ല നമ്മുടെ കൈ വരാൻ പോകുന്നത്. ഹല്ലേലൂയ, കർത്താവിന്റെ കൃപയാൽ അത് നമ്മുടെ കരങ്ങളിൽ എത്തും. ഈ കൈ അവിടെ എത്തിയാൽ മാത്രം മതി. അവിടെ കർത്താവ് നമ്മളേവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം.